പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയാൻ അവസാനത്തെ അടവും പ്രയോഗിച്ചിരിക്കുകയാണ് ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും. അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് RSS പ്രവർത്തകനായ ഡോക്ടർ പി മഹേന്ദ്രകുമാർ വഴി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. പരിപാടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം നടത്തുന്നത്. ഈ മാസം 20-ന് പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ഹൈക്കോടതി കൂടി അനുമതി കൊടുത്തതോടെ വെട്ടിലായ ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും പുതിയ അടവ് പ്രയോഗിക്കുകയാണ്. ബി.ജെ.പിയോ RSSോ നേരിട്ടല്ലെങ്കിലും RSS അനുഭാവിയായ ആൾ വഴി വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അയ്യപ്പ സംഗമം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരിപാടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ PS മഹേന്ദ്രകുമാറാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയവത്കരിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ദൈവത്തിന് അവകാശപ്പെട്ട ഫണ്ട് രാഷ്ട്രീയ പരിപാടികൾക്കായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ സർക്കാരുകൾ മതസംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ചട്ടപ്രകാരം ആഗോള മതസംഗമം നടത്താനാകില്ല. എന്നാൽ ദേവസ്വം ബോർഡിനെ മറയാക്കി ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പ്രചാരണങ്ങളും നടത്താനാണ് സംസ്ഥാന സർക്കാരും CPIM-ഉം ശ്രമിക്കുന്നതെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. ശബരിമല വികസനം ചർച്ച ചെയ്യാനാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ തന്നെ പരിപാടിയിലെ രാഷ്ട്രീയ അജണ്ടയാണ് ബി.ജെ.പിയും സംഘപരിവാറും ചൂണ്ടിക്കാട്ടുന്നത്. NSSും SNDPയും അടക്കമുള്ള സാമുദായിക സംഘടനകൾ കൂടി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് നിലപാടെടുത്തതും ബി.ജെ.പിക്ക് തിരിച്ചടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.